ബ്യൂട്ടിഫുൾ സൗണ്ട്സ്. നമ്മൾ മനുഷ്യന്മാർ നമുക്ക് ഭയങ്കര സ്നേഹം വരുമ്പോൾ, ഭയങ്കര വാത്സല്യം വരുമ്പോൾ, ചിലപ്പോൾ വിഷമം വരുമ്പോൾ പോലും നമ്മൾ കിസ് ചെയ്യാറുണ്ട് അല്ലേ? ഈവൻ ആനിമൽസ് നമ്മൾ കണ്ടിട്ടുണ്ട് കിസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട്സ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്? നമ്മൾ എന്തിനാണ് കിസ് ചെയ്യുന്നത്? ടെക്നിക്കലി സ്പീക്കിംഗ് അതിനകത്ത് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ആവും, നമ്മുടെ മൂഡ് ചേഞ്ച് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു ലവറിനെ കിസ് ചെയ്യുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ആരെയാണെങ്കിലും വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരാളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോടാണെങ്കിലും നമ്മളുടെ ചിലപ്പോൾ ഈവൻ ആനിമൽസിനോട് അല്ലേ, ബേസിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ലിപ്സ്. ആൻഡ് ഈ സ്കിൻ ടു സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ഒക്കെ അറിയുന്നൊരു കാര്യമാണ്. നമ്മൾ കുഞ്ഞു വാവകളായിരിക്കുമ്പോൾ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവർ നെഞ്ചിൽ ചേർത്ത് കിടത്താൻ പറയും. നമ്മളുടെ സ്കിന്നെ ഫീൽ ചെയ്തിട്ട് അവർ വളരണം, ആ ചൂട് പറ്റി വളരണം അല്ലേ? ആ നെഞ്ചിൽ ചൂട് പറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശരിക്കും അതുപോലെയാണ് നമ്മളുടെ കിസ്സും എന്ന് പറയുന്നത്. വൺസ് നമ്മൾ ഒരു കുട്ടിയോട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു കുട്ടിയോട് ഭയങ്കര ദേഷ്യത്തിൽ ഒരു കാര്യം പറയുകയാണ്, ഇത് ചെയ്യണം, ഇതങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയുകയാണ്. മേ ബി ആ ടൈം അവർ ചെയ്യുമായിരിക്കും. പക്ഷെ നെക്സ്റ്റ് ടൈം അവരത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. പേടി കൊണ്ട് അത്രയധികം ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിൽ മേ ബി അവർ ചെയ്തിരിക്കാം. പക്ഷേ അവരൊരിക്കലും ഫ്രം ബോട്ടം ഓഫ് ദ ഹാർട്ട് അല്ലെങ്കിൽ അത് അവരൊരു ഹാബിറ്റായിട്ട് മാറാൻ എളുപ്പം, ഏറ്റവും എളുപ്പം അവരെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് പാറ്റ് ചെയ്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിടുമ്പോഴാണ് അല്ലേ? എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ നമ്മൾ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഒരു ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ടച്ച് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹഗ് കൊണ്ടോ ഒക്കെ ഇൻറ്റിമേറ്റ് ആവാൻ പറ്റുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമുക്ക് വേണ്ട ഒരു കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയത് അവരുടെ മനസ്സിലത് ഡീപ്പായിട്ട് കിടക്കണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു സ്കിൻ ടു സ്കിൻ അറ്റാച്ച്മെൻറ്റ് അവരുടെ അടുത്ത് കാണിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ആ കാര്യം ഫോർ എവർ അവരുടെ മനസ്സിൽ നിൽക്കാനായിട്ട്. അതൊരു ഉമ്മയായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഹഗ്ഗായിരിക്കാം, ടൈറ്റായിട്ടുള്ളൊരു ഹഗ്ഗായിരിക്കാം, അതും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്യുന്നതായിരിക്കാം. സ്കിൻ ടു സ്കിൻ ഫീൽ ചെയ്യണം. ആൻഡ് സ്കിൻ ടു സ്കിൻ റിയലി മീൻസ് എ ലോട്ട്. Try it and find. Happy reflecting.